ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത് ഒരു സേമിയ കേസരിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ കുറച്ച് റൈസിൻസ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തു. അതിനുശേഷം നമ്മളിതിലേക്ക് കുറച്ച് റൈസിൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാഷ്യൂനട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കാഷ്യൂനട്ട് ആദ്യമേ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം റൈസിൻസ് ഇട്ട് കൊടുത്താലും മതി. ഇപ്പോൾ ഞാൻ കാഷ്യൂനട്ട് എടുത്തിട്ടില്ല, റൈസിൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി റൈസിൻസ് ഒക്കെ ഫ്രൈ ആയി വരുമ്പോഴേക്കും നന്നായിട്ടൊന്ന് വേർത്ത് വരും. അപ്പോൾ അതുവരെ നമ്മൾ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇപ്പോൾ ഇതാ റൈസിൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പാനിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ റൈസിൻസ് ഒക്കെ ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ റൈസിൻസ് ഒക്കെ ഫ്രൈ ചെയ്തെടുത്താൽ അതേ നെയ്യ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ 1 കപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരുപാട് അങ്ങ് മൂത്ത് പോകരുത്. ചെറിയതായിട്ട് കളറൊന്ന് ചേഞ്ച് ആയി വരുന്നത് വരെ നമ്മൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ സേമിയയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിനാവുമ്പോഴേക്കും നമ്മൾ ഇത് പാനിൽ നിന്ന് മാറ്റണം. ഇതിനേക്കാളും കൂടുതൽ അങ്ങ് മൂത്ത് പോകാൻ പാടില്ല. ഒരു പാകത്തിന് തന്നെ നമ്മൾ ഇത് എടുക്കുക. അപ്പോൾ ഈ സേമിയൊക്കെ കോരിയെടുത്തതിന് ശേഷം നമ്മൾ അതേ പാനിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സേമിയ അളന്നെടുത്ത അതേ കപ്പിൽ തന്നെ 1.5 കപ്പ് വെള്ളം എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് 1.5 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സേമിയ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1.5 കപ്പ് വെള്ളവും 1.5 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് 3 കപ്പ് നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മൾ ആദ്യമേ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയയും കൂടി ചേർത്തിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ആദ്യമേ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഈ പാലും വെള്ളവും ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആദ്യമേ തന്നെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിൽ കിടന്നിട്ട് സേമിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ ആദ്യമേ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ പാലും വെള്ളവും ഞാനിപ്പോൾ ഒന്നിച്ച് ചേർത്താണ് കൊടുത്തിട്ടുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ ആദ്യമേ വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിക്കുക. വെള്ളം തിളച്ച് വന്നു കഴിയുമ്പോഴേക്കും അതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴേക്കും പിന്നീട് പാല് ചേർത്ത് കൊടുത്താലും മതി. അപ്പോഴേക്കും സേമിയ ഒരു പാതി വേവായിട്ടുണ്ടാവും. പിന്നീട് നമ്മൾ പാലും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ആ പാലിൽ കിടന്നിട്ട് സേമിയ വെന്ത് കിട്ടും. ഇപ്പോൾ ഈ സേമിയൊക്കെ ഒരു പാതി വേവായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സേമിയൊക്കെ നന്നായിട്ട് വെന്ത് വരുമ്പോഴേക്കും നമ്മളിതിലേക്ക് വേവാൻ വേണ്ടിയിട്ട് ഒഴിച്ച പാലൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വറ്റി വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാനിതിലേക്ക് ഒരല്പം ഫുഡ് കളറും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു യെല്ലോ കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 2 ഡ്രോപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ കളർ ചേർത്ത് കൊടുക്കുക. ഫുഡ് കളർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതൊന്നും ചേർത്തില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കയുടെ എസൻസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ എസൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് എസൻസ് ചേർത്ത് കൊടുത്തേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് വറ്റി വന്ന് കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയും പ്ലസ് ഒരു 2 ടേബിൾ സ്പൂൺ കൂടി പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആകുമ്പോഴേക്കും ഇത് കുറച്ചും കൂടി ഒന്ന് ലൂസായി വരും. അപ്പോൾ അതാ കണ്ടോ, ഇത് നേരത്തേതിലും കുറച്ചും കൂടി ഒന്ന് ലൂസായി വന്നിട്ടുണ്ട്. ഇനി വീണ്ടും ഇത് നന്നായിട്ടൊന്ന് വറ്റി വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. സേമിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയത് പാത്രത്തിൽ നിന്നും വിട്ട് വരുന്ന ആ ഒരു പാകത്തിനാവണം. അപ്പോൾ അതുവരെ നമ്മൾ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ തന്നെ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പാത്രത്തിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് വറ്റി വരുന്നത് വരെ നമ്മൾ ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം.
അപ്പോൾ ഈ ഒരു പാകത്തിനായി വന്നു കഴിയുമ്പോഴേക്കും നമ്മളിതിലേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ആവശ്യമാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു സ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നെയ്യും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ ദാ ഈ ഒരു പാകത്തിനായി വന്നിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പാകത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യമേ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റൈസിൻസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് തണുത്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ ഇത് ചൂടോടുകൂടി തന്നെ നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ ഇത് ഞാൻ ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്കാണ് മാറ്റുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് നെയ്യൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചൂടോടുകൂടി തന്നെ ഈ സേമിയ കേസരി പ്ലേറ്റിലേക്ക് മാറ്റുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സേമിയ കേസരി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് സെറ്റായി വന്നതിന് ശേഷം കട്ട് ചെയ്ത് കഴിക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഒരു 1-2 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കേ നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് തണുത്ത് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഈ പ്ലേറ്റിൽ നിന്ന് മാറ്റി കട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ സേമിയ കേസരിയൊക്കെ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പ്ലേറ്റിൻ്റെ സൈഡിലൂടെ ഒന്ന് വെടിയിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്ലേറ്റിൻ്റെ സൈഡിൽ നിന്ന് ഒന്ന് വിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് പെട്ടെന്നൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതിന് മുകളിലേക്ക് ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കുക. അതിനുശേഷം ആ പാത്രം ഒന്ന് കമഴ്ത്തിയാൽ മതിയാവും. അപ്പോഴേക്കും ഇത് പാത്രത്തിലേക്ക് വീണിട്ടുണ്ടാവും. അപ്പോൾ ദാ നമ്മുടെ സേമിയ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ പ്ലേറ്റിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം കഴിക്കണം അങ്ങനെയൊന്നുമില്ല. അത് നമ്മൾ റെഡിയാക്കി അപ്പം തന്നെ നമുക്ക് കഴിക്കാൻ മതി. ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം കട്ട് ചെയ്ത് കഴിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇത് ഒരു സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല. ഞാനിപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം നമുക്ക് ഇത് വീണ്ടും ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സേമിയ കേസരി റെഡി ആയിട്ടുണ്ട്. ഇത് പണ്ട് മുതലേ ഉള്ളൊരു സ്നാക്കാണ്, മിക്കവാറും എല്ലാവർക്കും തന്നെ അറിയുന്നതായിരിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കണിലൊന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.